ഞാനൊരു കാർ എടുത്ത് ടാക്സി ഓടിച്ചാൽ നാളേക്ക്. അത് കൊള്ളാം. എനിക്കൊന്ന് ഫിനാൻസിന് ജാമ്യം നിൽക്കണം. ജാമ്യം നിൽക്കണോ? ഞാൻ നിൽക്കാടാ. അതിനിപ്പോ എന്നാ നീ ഇവിടെ നോക്കിട്ടെ. നീ പേടിക്കൊന്നും വേണ്ട, തവണയ്ക്ക് ഞാൻ കൃത്യമായിട്ട് അടച്ചോളാം. ആ പറഞ്ഞോ. നമ്മളൊരു വണ്ടിക്ക് ജാമ്യം ഒരു കൂട്ടുകാരനായിരുന്നു. നീ എന്നെ തൊടടയ്ക്കാത്ത? എടാ അമ്മ മെഡിക്കൽ കോളേജിലടാ നിർത്തിയെന്ന് വീണ് കാലൊടിഞ്ഞ് മൊത്തം വള്ളിയാ. കയ്യിൽ 5 പൈസ ഇല്ല. നീ ഇത്തവണ ഒന്ന് അടച്ചേക്കോ, ഞാൻ പൈസ ഇട്ട് തരാം. അടുത്ത തവണക്ക് നീ സെറ്റ് ആക്കണമെന്ന്. ആ പേയ്മെന്റ് അടച്ചില്ലല്ലോ. അല്ല, അതിപ്പോ നിങ്ങൾ എന്നെ എന്തിനാ വിളിക്കുന്നത്? ഞാനല്ല പൈസ മേടിച്ചത്. സാറിലെ ജാമ്യം തന്നേക്കുന്നത്, പുള്ളി അടച്ചില്ല പിന്നെ നിങ്ങൾ അടക്കണ്ടേ? അല്ല, അതെവിടുത്തെ ന്യായമാണ്? സാറിന് ന്യായം പറയാം. സാറിന്റെ ലൊക്കേഷൻ ഞാൻ അങ്ങോട്ട് വന്നേക്കാം. നീ ഈ തവണ പിന്നെ മുടക്കുന്നത്? എടാ വൈഫിന്റെ അമ്മ എങ്ങനെയാടാ മൊത്തം വള്ളിയുടെ കയ്യിൽ 5 പൈസ ഇല്ലടാ. എടാ നീ ഇങ്ങനെ ഉഴപ്പല്ലേ? ഞാൻ വിളിക്കാവേ. നീ ഇങ്ങനെ ഫിനാൻസ് അടയ്ക്കായിരുന്ന ഫിനാൻസായിട്ട് പ്രശ്നം ഉണ്ടാക്കത്തില്ലേ? അത് അവനോടല്ലേ പ്രശ്നം ഉണ്ടാക്കുന്നത്, അവനല്ലേ ജാമ്യം തന്നെ. അവൻ മണ്ട ഇപ്പൊ തന്നെ 2 പേയ്മെന്റ് അടിച്ചു, അവനടക്കും. അട ഗൊമ്മാളെ. കണ്ണു ചുവക്കാണ്, പല്ല് കടിക്കണം, മുഷ്ടി ചുരട്ടൻ, ആകെ വിയർക്കാണ്. എടാ നീ എന്താ ഇവിടെ? എടാ അടിച്ചാലോ? എന്നാ പിടിച്ചോടാ. നാടി ഞരമ്പ് വലിഞ്ഞു മുറുകണ്, പേശികളാകെ ഉരുണ്ട് കയറാണ്. ചോദിക്കാം വന്നപ്പോ നിനക്ക്. ഞാൻ ലോൺ അടച്ചായിരുന്നു കേട്ടോ. പൈസ എവിടുന്ന് കിട്ടി? വണ്ടി വിറ്റായിരുന്നു. തൊടലെന്താ? എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി. ഞാൻ ആ ബസ് സ്റ്റാൻഡിൽ കിടക്കാൻ പോകും. നന്നായി, നീ അവിടെ പോയി കിടന്ന. എന്നോട് ഇത് വേണ്ടായിരുന്നു, എന്നാലും നമ്മൾ തമ്മിൽ ഇനി ഒരു ബന്ധമില്ല. എടാ ഞാനൊരു വിസയ്ക്ക് അപ്ലൈ ചെയ്ത്, അപ്പൊ ഏജന്റ് പറഞ്ഞ ഇനി അങ്ങോട്ട് ജാമ്യത്തിനൊന്നും നിൽക്കണ്ടെന്ന് പറഞ്ഞു. അല്ല നിൽക്കായിരുന്നു കേട്ടോ.